ഹായ്! എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാന് ചേമ്പിൻ കിഴങ്ങ് വച്ചിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ? ഒരു 4 കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ കുക്കറിൽ വേവിച്ചെടുക്കാം. വേവിക്കുന്ന സമയത്ത് ഞാനതിൽ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കും പോലെ തന്നെയാണ്. നമുക്ക് നന്നായിട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. കിഴങ്ങ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ വേവിക്കാൻ വെച്ചത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളയാം. അപ്പോൾ ഇതാ നമ്മുടെ ചേമ്പിൻ കിഴങ്ങിൻ്റെ തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നമ്മൾ ചേമ്പും കിഴങ്ങ് അവിച്ചത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. നമ്മുടെ ചേമ്പിൻ കിഴങ്ങ് ഇവിടെ നന്നായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ചെറിയ വിഴുവിഴുപ്പുണ്ടല്ലോ, അത് നമ്മൾ വെയിലത്ത് വയ്ക്കുമ്പോഴത്തേക്കും അത് മാറിക്കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 4-5 വെളുത്തുള്ളിയും അതുപോലെ ഒരു 1/4 കപ്പോളം തേങ്ങയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളകും ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത അതേ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ബാക്കി ഓയിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ തന്നെയാണ് ഞാനെടുത്ത് കടുക് താളിക്കുന്നത്. എണ്ണ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 തണ്ട് കറിവേപ്പില. ഇതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ കിഴങ്ങാണ്. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.
കണ്ടോ നമ്മുടെ ചേമ്പൻകിഴങ്ങ് കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.